അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ഗെയിം കമാൻഡർ. നമ്മുടെ ഹാർഡ് കോർ സീരീസിലെ സെക്കൻഡ് എപ്പിസോഡാണ് നമ്മളുടെ APP. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ഇത് ട്രയോ ആണ്. അപ്പോൾ ഒരു പ്ലെയറിനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. നമ്മൾ ആ പ്ലെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് ബിൽഡിങ് സംഭവമൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് കാണാൻ പോണ്. നമുക്ക് നൈസായിട്ട് ആദ്യത്തെ പ്ലെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. APPക്ക് എന്തെങ്കിലും പറയാനുണ്ടോ APP? അതെ, പിന്നെ എന്റെ സ്കിന്ന് നമ്മുടെ കമാൻഡർ നോക്കിയിട്ട് എന്തോ പറ്റുന്നില്ല, ഇതിനടുത്ത എപ്പിസോഡിൽ ശരിയാക്കും വിചാരിക്കുന്നത്. എന്റെ പുതിയ സ്കിന്നല്ല. ഇനി അവനെ വളച്ചു കിടന്നേനെ. APPയുടെ ഇത് ടെമ്പററി സ്കിന്നാണ്, സ്ക്വിഡ് ഗെയിമിന്റെ സാധനം. നമുക്ക് ഈക്വലിനെ കാണാൻ പോവാം. ഈക്വൽ എന്നാട്ടോ അവന്റെ പേര്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ് എന്റെ ഒരു വിശ്വാസം. പറഞ്ഞതാ തോന്നുന്നു. വിശ്വാസം കൊണ്ടല്ലോ എല്ലാം. അവന് ഇവിടെ എവിടെയെങ്കിലും കാണും. മരത്തിന് മണ്ട നിക്കാന്ന് പറഞ്ഞ എനിക്ക് ഇതിന് മുട്ടുവേനയാ. ഈക്വലെ ഒളിച്ചിരിക്കാൻ സമയമില്ലേക്കൊന്നും ആയിക്കോലെ. എന്തോ ഒച്ചേട്ടോ അവന് ഇവിടെ ഉണ്ട്. തപ്പ് VRSB ഇതാണ്ടോ അവൻ. നെയിം ടാഗ് എവിടെ APP എന്തിയെ? ഹലോ നമ്മുടെ വ്യൂവേഴ്സിനോട് ഹലോ പറഞ്ഞേക്ക്. ഹലോ ഗായ്സ്. അപ്പൊ നമുക്ക് ബേസിലോട്ട് വിടാം. അതിന് മുമ്പ് നമ്മുടെ ദൈവത്തെ നമ്മളൊന്ന് കണ്ടിട്ട് നമ്മുടെ ദൈവത്തെ നമ്മളൊന്ന് കണ്ട് ഈക്വലിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടേ നമ്മൾ ബേസിലോട്ട് പോകുന്നുള്ളൂ ഐശ്വര്യത്തിന് വേണ്ടി. നമ്മള് ഉരുക്കി ദൈവമാണ്. നമ്മൾ പേരിട്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചില്ല. ദൈവത്തിന്റെ പേരാണ് ഉരുക്കി ദൈവം. നമ്മുടെ ദൈവത്തിന്റെ പേര് ഉരുക്കി. ദൈവത്തിന് വേണ്ടി ഒരു പൂ, ദൈവത്തിന്റെ മൂക്ക്, ദൈവത്തിന്റെ തല. ഇത് ദൈവത്തിന് കുളിക്കാനുള്ള സ്ഥലമാണ്. നമ്മൾ ഇവിടെ ഫുള്ളായിട്ട് അടച്ചിട്ടില്ല. വല്ല സ്രാവം വന്ന് കടിച്ചോണ്ട് പോയാൽ നമ്മുടെ പ്രശ്നമല്ല. നമ്മള് ഭയങ്കര ഭക്തരാണ്. അതെ, ഭക്തപ്രിയരാണ്. അത് നമ്മുടെ ബെഡ്വാസ് വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്കറിയാലോ ഏത്. അത് തന്നെ ഭക്തിയേ. പോയി ചെക്ക് ഔട്ട് ചെയ്യാട്ടോ. കോമഡിയാ. ഓക്കെ, അവിടെ പ്രാർത്ഥിക്കാം. നമുക്ക് പെട്ടെന്ന് പോകുമ്പോ ഈക്വലെ ഉരുക്കി പ്രാർത്ഥിച്ചോ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച എല്ലാം കേൾക്കുന്ന ദൈവമാണ്. തുടങ്ങിക്കോ. ഞാൻ പുതിയ പ്ലെയർ ഈക്വൽ. നമ്മള് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കും, APP ബ്രീഡർ ഉണ്ടാക്കും, ഈക്വല് നമ്മുടെ ഫാമിങ്ങിന്റെ ഫുഡ് സോഴ്സിന്റെ ഒക്കെ പരിപാടി നോക്കും. നമ്മൾ വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിനുള്ള മെറ്റീരിയൽസ് എല്ലാം ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഫസ്റ്റ് വുഡ് സ്റ്റോണുമാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി കുറച്ച് നേരത്തെ ഗ്രൈൻഡിങ് ആണ്. ടൈം ലാപ്സ്. മച്ചാന്മാരെ, നമ്മുടെ ഗ്രൈൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റേജിൽ പോയി കുറച്ച് ഇനാഗ്രേഷനും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വീടിന്റെ ബിൽഡിങ്ങിലോട്ട് കിടക്കുന്നതായിരിക്കും. പിന്നെ APP എന്തോ നല്ലൊരു ബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് വരാം. എല്ലാരും വന്നിരിക്കും. പിന്നെ വർത്താനം ആദ്യം പറയാനുള്ളതെല്ലാം കേൾക്കും. ആർക്കെങ്കിലും മനസ്സിലായോ? സ്റ്റേജ് അല്ലേ? മനസ്സിലായി. ഇന്നോഗ്രേറ്റ് ചെയ്യുന്ന കഷ്ടപ്പെട്ടൊരു വിശിഷ്ട ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം പുള്ളിയെ വിളിച്ചോ. അപ്പൊ പുള്ളിയുടെ പേര് ഞാൻ സൈഡിൽ പോയി വിളിക്കാവേ. APP ചേട്ടാ കയറി വന്നേ. എന്നെയാണോ? ശാന്തരഘു ഞാൻ എനിക്ക് അടിക്കുന്ന ശാന്തരഘു കേട്ടോ. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്, താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് അപ്പൊ കടിക്കട്ടെ. അടിയാണേ. വീഡിയോ കിട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക്
ഈക്വലിനെ ഒന്ന് ജസ്റ്റ് നമ്മളെ സർവറിലോട്ട് ഒന്ന് വന്നതിന്റെ ഒരു ഇത് നടത്താം. ഈക്വൽ കയറി ഒരു സ്റ്റേജിൽ ഈക്വലിന്റെ ഒരു പൂ. ഈക്വലിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ലല്ലോ, എന്നാ ശരി പോക്കോളൂ കേട്ടോ. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഒന്നുമില്ല കേട്ടോ. പിന്നെ പരിപാടി കഴിഞ്ഞാൽ എല്ലാവർക്കും വയറ് നിറയെ ഫുഡും എല്ലാം തരുന്നതായിരിക്കും. എല്ലാവരും വന്ന് മേടിക്കണം. പിന്നെ നമ്മളിവിടെ ഒരു മണി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി. കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ ദാരിദ്ര്യമൊന്നുമല്ല. അപ്പൊ ഈശ്വര പ്രാർത്ഥനയ്ക്ക് കമാൻഡറിനെ ക്ഷണിക്കുന്നു. ബെല്ലടിക്കാൻ പറ്റുന്നില്ല. മണി ഇങ്ങനെ ഇങ്ങനെയൊന്നും അല്ലടാ പോലെ. അടിച്ചോ, അന്ന് അടിച്ചു തന്നെ പ്രാർത്ഥിച്ചോ. ഞാൻ ഇവിടെ ഇരിക്കും. വില്ലേജായ നമഃ, ഫോർട്രസായ നമഃ, എൻഡായ നമഃ. ഇത്രേ ഉള്ളൂ. ഹെറോബ്രൈനായ നമഃ, നോച്ചായ നമഃ. ഇത്രയാണ് നമ്മുടെ പ്രാർത്ഥന. ഓക്കെ, ഇനി കമാൻഡർ സ്റ്റേജിൽ നോക്കോളൂ. അപ്പം ഫുഡ് തയ്യാറായിട്ടുണ്ട്. എല്ലാരും ലൈനായിട്ട് വന്ന് നിൽക്കുക. അടി കൂടരുത് കേട്ടോ. ഫസ്റ്റ് ഞാൻ. എല്ലാവർക്കും വയറ് നിറച്ച് ഫുഡ് ഉണ്ട്. ഈക്വലെ അവിടെ ക്യൂ, ഇവിടെ അല്ല അവിടെ. ഞാൻ ഫസ്റ്റ്. ഫസ്റ്റ് കമാൻഡർ സ്റ്റേജിൽ വാങ്ങി ഫുഡ് വാങ്ങുക. വാ, കേറി വാ. ഇന്നോ ഒരു ബീട്രൂട്ട് വയറ് നിറച്ച് തിന്നോ കേട്ടോ. കളയരുത് കേട്ടോ, കളയരുതേ. ഈക്വല് ഒരു ബീട്രൂട്ട് കേട്ടോ. എനിക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയാനുണ്ട് നിങ്ങളോട്. പറഞ്ഞോളൂ. ഞാൻ ഇന്നത്തെ നമ്മള് ഗ്രൈൻഡിങ് ഒക്കെ വേണമല്ലോ. എങ്ങനെ താളടിച്ചു പോയാ ശരിയാവൂലല്ലോ. ഏത് APP നമ്മുടെ ബ്രീഡർ ഉണ്ടാക്കും. എസ്തെറ്റിക് ബ്രീഡർ ആണ് APP ഉണ്ടാക്കാൻ പോണത്. അല്ലേ APP? അതെ, നോട്ട് ദ പോയിന്റ്. നമ്മൾ വില്ലേജേഴ്സിന് പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് പരിപാടിയായാലും ചെയ്യാൻ പോകുന്നത്. സർവറിൽ നമുക്കില്ലാത്ത പ്രാധാന്യമായിരിക്കും ഇനി മുതൽ വില്ലേജേഴ്സിന്. ഈക്വല് നമ്മുടെ ഭക്ഷണം ഫുഡും ഒക്കെ സെറ്റ് ആക്കും. അല്ലേ ഈക്വല്? ഞാനാണ് ഭക്ഷണപ്രിയൻ. സമ്മതിച്ചു. ഞാൻ നമ്മുടെ കേറി കിടക്കാനുള്ള പുര സെറ്റ് ആക്കും. സ്റ്റാർട്ടർ ബേസ്. അപ്പൊ നമുക്ക് എല്ലാവരുടെയും ബിൽഡൊക്കെ കഴിഞ്ഞിട്ട് കാണാം. പീസ് ഔട്ട്. അയ്യോ, അങ്ങനെ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട് എന്റെ വീട്? ഒത്തിരി വലിയ ഇതൊന്നും ഇല്ല, ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ ബേസ്. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. സ്റ്റാർട്ടർ ബേസ് എന്നേ ഉള്ളു. ഇന്റീരിയർ കാണിച്ചാൽ ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. മണ്ടയില് ഒന്നും ഇല്ല. റൂഫിംഗ് ഒക്കെ പക്ഷെ ഭയങ്കര പാടായിരുന്നു. റിസോഴ്സസ് ഗ്യാദർ ചെയ്യേണ്ടി വന്നു. ഇപ്പൊ മിക്ക ടൈമും ഗ്രൈൻഡിങ് ആയിരുന്നു റിസോഴ്സസിന്. അവന്മാർ സ്റ്റേജിന്റെ അവിടെ നിക്കാന്ന് പറഞ്ഞു. നമുക്ക് അവിടെ പോവാം. ബിൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്റെ ബിൽഡ് നൈസ് ആണ്, നിനക്ക് കഴിവെന്നൊക്കെ പറയാം അല്ലടാ. സ്റ്റേജിൽ കൂടി അയ്യോ എന്റെ ആൻമോട്ട് ഓടയില്ല. അയ്യോ ഞാനല്ല സത്യമായിട്ട് ഞാനല്ല അയൺ ബ്ലോക്ക് എടുത്തത്. എന്റെ അയൺ ബ്ലോക്ക് എടുത്താൽ മുടിഞ്ഞു ഉടഞ്ഞു. അങ്ങനല്ല, എന്റെ അയൺ ബ്ലോക്ക് കമാൻഡർ എത്താടാ. നിന്റെ ആറമ്പറ കൂരിത്താടാ. പകരം മതിയടാ. പകരം 5 റോയാണുണ്ട്. ഇതെടുത്തോ, ഒരു ഷീൽഡ് മതിയിടാം. നമുക്ക് പിന്നെ അവിടെ പോയി പകുതി എടുക്കാം കേട്ടോ. നിനക്ക് 2 എനിക്ക് 3. അടപ്പാ, നമുക്ക് നേരം വെളുപ്പിച്ചിട്ട് നമ്മുടെ ബിൽഡ് ഒക്കെ കാണാം. ഈക്വല ഇതെന്നാടാ? ഈക്വല നിന്റെ ബിൽഡ് എന്നാടാ? ചിന്ന തൊഴുത്ത്. കൊള്ളാലോ. ഞാൻ ഇവിടുന്ന് 2 പശു
അയ്യോ ഇതാണോ ബ്രീഡർ? അങ്ങോട്ട് അല്ലല്ല, ഇത് ബ്രീഡല്ല. ഞാൻ അറിയാതെ ആദ്യം ബ്രീഡർ ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ മാറ്റി. എന്താ APP? ഒന്ന് അപ്പൊ തിന്നാ തീരും, നെയ്റ്റും കൊടുത്ത നമുക്ക് തിന്നാം. ആക്കി തിന്നാടാ, ഞാൻ കണ്ടതാടാ. അതിന് പോയി, മറ്റേലും പോയി, ഞാൻ പിടിച്ചോണ്ടാ. കേറുമ്പോഴേ രാത്രി നമുക്ക് മട്ടനാക്കി തിന്നാനുള്ള പെട്ടെന്ന് നോക്കട്ടെ. എനിക്ക് പ്രാന്ത. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. നമുക്ക് ബിൽഡൊക്കെ കാണണ്ടേ? വാ വാ പെട്ടെന്ന്, നമുക്ക് എല്ലാവരും ബിൽഡ് കാണാൻ നമ്മള് ഭയങ്കര എക്സൈറ്റഡാ. ഉയ്യോ കുഴി എന്നാണ് ഇത്രയും വലിയ കുഴി, നടുക്ക് വഴിയുടെ നടുക്ക്. എടാ ഞാനിവിടെ മൈനിങ് എന്ന് പറഞ്ഞില്ലേ, ഈക്വാലിറ്റി സാധനം അവന്റെ ബാണ്ടണി. എടാ അപ്പൊ മച്ചാന്മാര് ഇതാണ് എന്റെ വീട്, അല്ല ഞാൻ ഉണ്ടാക്കിയ വീടെന്നാണ് ഉദ്ദേശിച്ചത്. അതിന്റെ കൂടെ അവകാശം സ്ഥാപിക്കുന്നു. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ ബേസ്, കാര്യമായിട്ടൊന്നും ഇല്ല. അകത്ത് ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. നല്ലൊരു സ്റ്റോറേജ് ഏരിയ, പിന്നെ നമ്മുടെ ആയത്തിന്റെ ഒരു ചെറിയ ബാണും ഉണ്ട് കേട്ടോ. ബാണല്ലേ തൊഴിൽ, അങ്ങനെ പറഞ്ഞാൽ മതി. ആ ചെറിയ ബാണ ആത്തിന്റെ മണ്ടല്ലേ. എടാ നിനക്ക് ബ്ലോക്ക് കിട്ടാഞ്ഞിട്ടാണോടാ പലരും ബ്ലോക്ക് ഇട്ടോ വെച്ചേ? എന്നോട് പറയാനോ, ഞാൻ എടുത്തു തന്നേനല്ലോ. ഒരു ഡിസൈന് വെച്ചതാ. സോറി, മൈ മിസ്റ്റേക്ക്. ഇനി APPയുടെ ഇത് APPയുടെ ഡോറൊക്കെ പൊട്ടിച്ചാളോ? വീട് വല്ലതും ആണോ? വീടോ? ഇത് വില്ലേജ് ബ്രീഡർ. വില്ലേജ് ബ്രീഡർ അത് ഉദ്ഘാടനത്തിനുള്ള. നീ ഒന്നും കട്ട് ചെയ്താ പോരാ. അത് റിബൺ ആണോ? ഒന്ന് കട്ട് ചെയ്യാവോ? ഞാൻ കേറിക്കോട്ടെ. അവൻ വരട്ടെ, ഈക്വൽ വരട്ടെ. സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, സ്കൂളിൽ പ്രസംഗം ഓർമ്മ ക്ഷമിക്കണം കേട്ടോ. അപ്പൊ മൈൻക്രാഫ്റ്റിൽ ആരും ഇതുവരെ വില്ലേജേഴ്സിന് പ്രാധാന്യം കൊടുത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, ഹാർഡ് കോർ ആയാലും വില്ലേജേഴ്സിനായിരിക്കും ആദ്യം പ്രാധാന്യം. നിനക്കൊന്നും അല്ല, നമുക്ക് അവിടെ കിടക്കാൻ ആ വീടും വില്ലേജേഴ്സിന് 2 നില കെട്ടിയിടും. അതാണ് APPയുടെ പോളിസി. APP ഇതങ്ങ് ഉദ്ഘാടനം ചെയ്യട്ടെ. APPക്ക് അല്ലെങ്കിൽ ഒരു ഇത് APP ചെയ്തോ അല്ലേ ഈക്വലേ? ഇതാണ് വില്ലേജിനെ കൊണ്ടുവന്നില്ല കേട്ടോ. കൊണ്ടുവന്നില്ലല്ലേ? സ്കൂട്ടിയെ കണ്ടുപിടിക്കാ നല്ല എന്തേലും പറയടാ. ശരി, വില്ലേജേഴ്സിനെ നമുക്ക് ഉടനെ കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ ബിൽഡിംഗ് ഇത്രയൊക്കെയാണ്. നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ബേസ് ഉണ്ടാക്കി, APP ബ്രീഡർ ഉണ്ടാക്കി, ആദ്യത്തിന് ഫുഡ് സപ്ലൈ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തിന് വീറ്റൊക്കെ കൃഷി സെറ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യത്തിന്റെ ഫാം നമ്മൾ കണ്ടല്ലോ. മച്ചന്മാരെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺ ഗൈസ്. എല്ലാവരും അടുത്ത എപ്പിസോഡ് കാണണം. പീസ് ഔട്ട്.